ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടായത് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലാണ്. പാലക്കാട് അസംബ്ലി മണ്ഡലം BJPക്ക് വിജയപ്രതീക്ഷയുള്ള ഒന്നാണ്. വളരെ കാലമായി അവിടെ BJP ജയിച്ചേക്കാം എന്ന ഒരു അന്തരീക്ഷം തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഉയർന്നു വരാറുണ്ട്. പക്ഷേ അവസാന നിമിഷം BJPയിൽ നിന്ന് ആ വിജയം തെന്നിമാറിപ്പോവുകയാണ് പതിവ്. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ വലിയ താരപ്രചാരക കൂടിയായ സ്ഥാനാർത്ഥിയെയാണ് കളത്തിലിറക്കിയത്. അവർ സാമാന്യം മോശമല്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ്റെ സവിശേഷത വളരെ മൂർച്ചയോടുകൂടി ഏത് കാര്യവും പറയാൻ കഴിയും എന്നതാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വിഹിതം വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് സാധിക്കാറുണ്ട്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും ഒക്കെ ശോഭാ സുരേന്ദ്രൻ്റെ ഗ്രാഫ് വളരെയേറെ ഉയർന്ന അനുഭവങ്ങളുണ്ട്. BJPക്ക് വലിയ വോട്ട് നിക്ഷേപമില്ലാതിരുന്നിട്ടും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വിസ്മയകരമായ ഒന്നായിരുന്നു. അതുകൊണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രന് വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം കാര്യങ്ങളൊക്കെ അട്ടിമറിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം നൽകുന്നു എന്ന കാര്യം പുറം ലോകത്തെ അറിയിക്കാൻ മാധ്യമപ്രവർത്തകർക്കും അവരെ പിന്തുടർന്നെത്തിയ ചില കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ സാധിച്ചു. കേരളത്തെ സംബന്ധിച്ച് അത്തരം ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ഉയരുക പതിവാണ്. വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട്, മദ്യം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട്, സാരി നൽകിയോ മറ്റ് വാഗ്ദാനങ്ങൾ നൽകിയോ ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും തെളിവുകൾ കിട്ടാറുണ്ടായിരുന്നില്ല. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ പണം കൊടുക്കുന്നതിന് തെളിവുകൾ മീഡിയ വണിൻ്റെ റിപ്പോർട്ടർ സാജിദ് അജ്മൽ പുറത്തുവിട്ടു. സാജിദ് അജ്മലിനെതിരെ വധഭീഷണി ഉണ്ടെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഇൻ്റലിജൻസ് ഏറെക്കുറെ പരസ്യമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് സാജിദ് അജ്മലിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. കാരണം തെരഞ്ഞെടുപ്പിനെ അഴിമതിയുടെ ഒരു മേഖലയാക്കാൻ ശ്രമിക്കുന്ന ആരെയും തുറന്നു കാണിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ സാജിദ് തുറന്നു കാണിച്ചത് BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനറെയാണ്, അവരുടെ നേതൃനിരയിലെ പ്രധാനിയെയാണ്. അത് ആരായാലും ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാവും എന്നാണ് അവരുടെ എതിരാളിയായി അടയാളപ്പെടുത്തപ്പെട്ട ആലപ്പുഴയിലെ BJPയുടെ വനിതാ നേതാവ് ബിന്ദു വിനയകുമാർ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ബിന്ദു വിനയകുമാർ BJPയുടെ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റും ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമാണ്. ബിന്ദു വിനയകുമാറിൻ്റെ ആളുകളാണ് ആലപ്പുഴയിൽ നിന്നെത്തി പാലക്കാട്ട് പണം നൽകിയതെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ ആക്ഷേപം. ഈ കാര്യം ഭീഷണിയുടെ സ്വരത്തിൽ ബിന്ദുവിനെ തന്നെ വിളിച്ച് അവർ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ അവർ ചാനലുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. വളരെ മോശമായ ഭാഷയിലാണ് ശോഭാ സുരേന്ദ്രൻ ബിന്ദു വിനയകുമാറിനെ ഭീഷണിപ്പെടുത്തുന്നത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ബിന്ദു വിനയകുമാർ നടത്തിയ വാർത്താ സമ്മേളനം യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനെതിരായ കുറ്റപത്രമായിരുന്നു. ബിന്ദു പറഞ്ഞത് ആലപ്പുഴയിലെ നിരവധി ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ BJPക്ക് അകത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടലുണ്ട്. ശോഭാ സുരേന്ദ്രന് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്. ആലപ്പുഴയിലെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകം അത് SDPI നടത്തിയ കൊലപാതകമാണെന്നാണ് പറയപ്പെടുന്നത്. SDPIക്കാർ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകം. പക്ഷേ വിദൂരമായ ഒരു ബന്ധം രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകവുമായി ഉണ്ട് എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലാണ് ബിന്ദു ഈ കാര്യങ്ങളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. യാദൃശ്ചികമായിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം,
ആലപ്പുഴ ജില്ലയിലെ BJP നേതാക്കളെല്ലാം ഒളിവിൽ പോയിട്ടും ഒരു SDPI പ്രവർത്തകൻ കൊല്ലപ്പെട്ട കാര്യം രഞ്ജിത്ത് ശ്രീനിവാസനെ പോലെ ഒരു നേതാവിനെ അറിയിക്കാൻ BJPക്കാരും തയ്യാറായില്ല എന്നാണ്. എന്തുകൊണ്ടാണ് നേതാക്കളെല്ലാം ഒളിവിൽ പോകുമ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസനോട് മാറി നിൽക്കണം എന്ന് പറയാൻ BJPയിൽ ആരുമില്ലാതെ പോയത് എന്ന ചോദ്യം രഞ്ജിത്ത് കൊല്ലപ്പെട്ട നാളുകളിൽ തന്നെ ആലപ്പുഴയിൽ ഉയർന്നു കേട്ടിരുന്നതാണ്. തീർച്ചയായും ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെടുത്തി ചില സൂചനകൾ ബിന്ദു വിനയകുമാർ നൽകുമ്പോൾ അതിന് ഉപോത്ബലകമായി അവരുന്നയിക്കുന്ന മറ്റൊരു കാര്യം ശോഭയുടെ വളരെ അടുത്ത സുഹൃത്തും സഹായിയുമായിരുന്ന ഒരാൾ സംശയകരമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും ഇതെല്ലാം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അങ്ങേയറ്റം അപകീർത്തികരമായ കാര്യങ്ങളാണ്. ബിന്ദു വിനയകുമാറിനെതിരെ ശോഭാ സുരേന്ദ്രൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹം വലിയ തോതിൽ കരിപുരണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയ ഒരു വനിതാ നേതാവിനെ BJPക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ആക്രമണങ്ങളുടെ ഭാഗമായി അവരുടെ വിജയസാധ്യതകൾ മാത്രമല്ല നാളെകളിൽ വരേണ്ട രാഷ്ട്രീയ ഭാവി കൂടി ഇല്ലാതാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ BJP എത്തിച്ചേർന്നിട്ടുള്ള ആഭ്യന്തരമായ ശൈഥില്യത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സൂചനകളിൽ ഒന്ന് മാത്രമായി ശോഭാ സുരേന്ദ്രൻ്റെയും ബിന്ദു വിനയകുമാറിൻ്റെയും ഒക്കെ വാക്കുകളെ കേൾക്കുകയാവും നമ്മളെ സംബന്ധിച്ച് നല്ലത്. എന്തായാലും ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഘടകത്തിനകത്തുള്ള പടലപിണക്കങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമൊക്കെ അതിൻ്റെ അണികളെ സംബന്ധിച്ച് നല്ല സന്ദേശങ്ങളല്ല നൽകുന്നത്.